റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരു മനുഷ്യൻ ഓടിക്കതച്ച് വരികയാണ്. അപ്പോൾ അയാളൊരു ഒട്ടകപ്പുറത്താണ് വരുന്നത്. ഒട്ടകപ്പുറത്ത് വന്ന് പ്രവാചകന്റെ മുന്നിൽ നിന്നതിന് ശേഷം അയാൾ ചോദിക്കുന്നുണ്ട്, ഉത്ലിഖു നാഖത്തി അതവക്കൽ, ഞാൻ എൻ്റെ ഒട്ടകത്തെ കെട്ടിയിടാതെ തവക്കുലാക്കിയ പോരെ നബിയെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ഇഅഖിൽഹ സുമ്മ തവക്കൽ, എന്താണ്, നീ അതിനെ കെട്ടിയിട് എന്നിട്ട് നീ തവക്കുലാക്ക് എന്നാണ്. അഥവാ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വഴി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഒരു വ്യക്തി നിർവഹിക്കേണ്ട കാര്യങ്ങൾ അയാൾ നിർവഹിച്ചതിന് ശേഷം പടച്ചോനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നും അതൊക്കെ നടന്നോളും എന്നുള്ള നിലക്കല്ല. അപ്പോൾ നമ്മുടെ വിശുദ്ധ റമളാനിനെ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ അതിൽ ഓരോ മണിക്കൂറുകളെയും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് തടസ്സം എന്ന് പരിശോധിച്ച് നമ്മുടെ ജോലിയിലെ, നമ്മുടെ കുടുംബ സംവിധാനത്തിലെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അതൊന്ന് ചിട്ടപ്പെടുത്തി വെക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ വീട്ടിലെ പണി കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടാകും. അടുക്കളയിലെ പണികൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ പല ആസൂത്രണങ്ങളുണ്ടാകും. ചില മെയിൻ്റനൻസ് വർക്കൊക്കെ വീട്ടിൽ ആവശ്യമുണ്ടാകും. ഒരു പൈപ്പ് പൊട്ടി അങ്ങനെ ഒലിച്ചിട്ടുണ്ടാവും. ആ ഒലിക്കണ പൈപ്പിലെ വെള്ളം നമുക്കുള്ള ബാധ്യതയാണ്, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് അല്ലേ. നിങ്ങൾ ഒഴുകുന്ന പുഴയിൽ നിന്നാണ് ഒതുവെടുക്കുന്നതെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ശ്രദ്ധ വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനൊരു വീഡിയോ ദൃശ്യം കണ്ടിരുന്നു, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഗസയിലെ ഒരു പൈപ്പ് ലൈനിൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഉറ്റണ ഒരു സ്ഥലത്ത് ഒരു പാത്രം വെച്ചൊരു കുട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിനിടയിൽ അവനിങ്ങനെ വിശന്ന് തളർന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. അവൻ്റെ പാത്രം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ആരൊരാൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ചില മെയിൻ്റനൻസ് വർക്കുകൾ ചിലപ്പോൾ വേണ്ടി വരും. നമ്മുടെ ഷോപ്പിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ടാകും അല്ലെ, പർച്ചേസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചില ലീവുകളുടെയൊക്കെ സാധ്യതകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ആസൂത്രണത്തിലേക്ക് നമ്മൾ പോകണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാം, ഇന്നൽ മുഅ്മിന യുഹ്സിനു തദ്ബീറ വ ഇന്നൽ അഹ്മഖ യഅമലു ബിലാ തദ്ബീരിൻ. വിശ്വാസി കാര്യങ്ങളൊക്കെ ആലോചിച്ചും ക്രമീകരിച്ചുമാണ് ചെയ്യുക. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, ഒരാൾ ഗൾഫിക്ക് പോവാണ്, അയാൾ ആ പാസ്പോർട്ട് ഇല്ലേന്ന് എത്ര വട്ടം ഉറപ്പ് വരുത്തും. ടിക്കറ്റ് ഇല്ലേ, പാസ്പോർട്ട് ഇല്ലേ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഉറപ്പ് വരുത്തും. ഗൾഫിൽ ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്കിലെ പോക്കറ്റ് തപ്പും, അല്ലേ പാസ്പോർട്ട് ഇവിടെ തന്നെ ഇല്ലേ നോക്കും. എന്താ സംഗതി, ഒരു 5-8 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്, ആ സാധനം പോയോക്കണ്ടേ വിവരം അറിയണമെങ്കിൽ അല്ലേ. അപ്പോൾ അതേപോലെ വിശ്വാസിൻ്റെ ഉള്ളിലൊരു ഞെട്ടൽ ഇങ്ങനെ വരണം. ആ പാസ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കണ ഞെട്ടലില്ലേ, അല്ലെങ്കിൽ നമ്മളൊരു 50,000 റുപ്യയും കൊണ്ട് പോകുകയാണ് ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ അങ്ങനത്തെ ഒരു ഞെട്ടലില്ലേ, ആ നിലക്കൊരു ഞെട്ടൽ ഇങ്ങനെ, നോമ്പാണല്ലോ പഠിച്ചോനെ, നോമ്പിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോ. വിശ്വാസി അങ്ങനെ ആയിരിക്കുന്നതാണ്. അവനൊരു പ്ലാനിങ് ഉണ്ടാകും. എന്നാലൊരു വിഡ്ഢിയോ ബുദ്ധിയില്ലാത്തവനോ അവനാണ് ചെയ്യലാണ്, ആണ് നോക്കാറ്. അങ്ങോട്ട് നോക്കാം, വണ്ടി പോകാൻ അത് കിട്ടിക്കോളും, ഓട്ടോറിക്ഷ കിട്ടിക്കോളും. എന്താ ഇപ്പോൾ ഒരു ഓട്ടോക്കാരനോട് നേരത്തെ സംസാരിച്ചൊന്ന് ധാരണയാക്കി വെച്ചാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു രീതിയേ ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅക്റഹു അൻ അറാ അഹദകും സബഹ്ലലൻ ലാ ഫി അമലി ദുനിയ വലാ ഫി അമലി ആഖിറത്തിൻ. പരലോകത്തിനും ഇഹലോകത്തിനും വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ അലസനായി ജീവിക്കണ ഒരു വ്യക്തി, അയാളെ ഞാൻ വെറുക്കുന്നു എന്നാണ്. എന്താ, ആ ചെയ്യ ഇതാണ് അയാളുടെ മനസ്സ്. നോക്ക ചെയ്യ എന്നിട്ട് അവസാനം 11th അവർക്ക് എത്തിയിട്ട് 11ാം മണിക്കൂറും കഴിഞ്ഞിട്ട് അല്ലേ, ശരിക്കാ ഒരു ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാകാം. ഉദാഹരണം ഇവിടുന്ന് പറയാൻ പറ്റില്ല അല്ലേ. അവസാനത്തേക്കിടെ എത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾ ആലോചിക്കുക. അപ്പം ശരിക്കും നമ്മൾ ഫാമിലിൻ്റെ കൂടെ ഇരുന്നിട്ട് അവർക്ക് എല്ലാവരും, ഭാര്യ മക്കളൊക്കെ തറാവീഹിന് വരണം, ബാംഗ്ലൂർ പഠിക്കണ മോനും വരണം, ഗൾഫിലുള്ള മക്കളും എന്ത് ചെയ്യണം, തറാവീഹിനൊക്കെ പോകണം. അതാണ് സമഗ്രമായ പ്ലാനിങ് എന്ന് പറയുന്നത്. ചില രക്ഷിതാക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. ഓൻ പെണ്ണിട്ടില്ല, ഞാനോൻ്റെ കാര്യം. പലപ്പോഴും എന്താണ്, നമ്മളെ കുറേ ചിട്ടകളും, ആണുങ്ങളുടെ കുറേ ചിട്ടകളും നിയമങ്ങളൊക്കെ ആയിരിക്കും. നോമ്പ് തുറക്കാൻ എനിക്ക് ഇന്നതൊക്കെ വേണം, മറ്റേത് ഇങ്ങനെയൊക്കെ വേണം. ഇതിമങ്ങോട്ട് വെച്ചുണ്ടാക്കിയിട്ട് കാലം കഴിക്കലാണ് പെണ്ണുങ്ങൾ. ഈ വെച്ചുണ്ടാക്കിയത് കൊണ്ട് കബർക്ക് പോകില്ല, ചെയ്ത അമലും കൊണ്ടേ കബർക്ക് പോവുള്ളൂ. വെച്ചുണ്ടാക്കിയ ചട്ടിയും പാത്രവും പിന്നെ മുട്ടമാലയും പപ്സും പടിയൊക്കെ കൊണ്ടുപോകുമോ? പോകില്ലല്ലോ. പണ്ടാരെ പറഞ്ഞ മാതിരി റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരിയാണ് നോമ്പ് തുറക്കുമ്പോൾ എന്ന് പറഞ്ഞത്. ചെറുതും വലുതായ ഒരുപാട് വണ്ടി നിർത്തിയിട്ടുണ്ടാവും. ഇതിന് തുറക്കണോട് കൂടെ ഒന്നിച്ചും പോരലാണ് കാരണം എന്ന് പറഞ്ഞ മാതിരിയാണ് പലപ്പോഴും ഇത് തീറ്റ മേളങ്ങളാക്കി മാറ്റിയിട്ട് നേരം കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് പോകാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നെ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ
പരമാവധി പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റമദാനിലെ വെള്ളിയാഴ്ചകൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുക. വെള്ളിയാഴ്ചകൾ ജുമാ എനിക്ക് എന്ത് ചെയ്യണം, ആ ഒട്ടകത്തിനെ അറുത്ത് വിതരണം ചെയ്തതിൻ്റെ കൂലി കിട്ടണ ഒരു ജുമാ ഉണ്ട്, അതെനിക്ക് കിട്ടണം. ആയുസ്സിൽ ഒരു വട്ടം പോലും കിട്ടാത്തൊരു ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ജുമാ തുടങ്ങി 1 മിനിറ്റ് കഴിഞ്ഞ് വന്നാലും ആ ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടണ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. എന്താ കാര്യം? അവരുടെ സാഹചര്യം, അവരുടെ അവസ്ഥ, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഞാൻ അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാനൊരു മേഖല പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അയാൾ നിസ്കരിക്കണ ലൊഹറിനൊക്കെ അല്ലേ, അസറിനൊക്കെ അല്ലേ, എല്ലാവർക്കും ഒരു കൂലിയല്ല പഠിച്ചോൻ കൊടുക്കുക. അയാൾ ആ കടയുടെ തിരക്കിനിടയിൽ നിന്ന്, അയാൾ ആ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോണിൻ്റെ അടിയിൽ നിന്ന് ആ ടൈമൊക്കെ നോക്കിയൊന്ന് സൈഡാക്കിയിട്ട് പാഞ്ഞു വന്ന് ആ നിർവഹിച്ചു പോണ ആളില്ലേ, അയാൾക്ക് ചിലപ്പോൾ 5 മണിക്കൂർ പള്ളിയിലിരുന്ന് നിസ്കരിച്ച ആളെക്കാളും വലിയ കൂലി കിട്ടും. അതിനൊരു വഴിയുണ്ട്, വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളിയാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ ചിട്ടപ്പെടുത്തി ഞാൻ നേരത്തെ എത്തും, എന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവസാനത്തെ 10 സ്പെഷ്യൽ പ്ലാനിങ്. അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികൾക്ക് അതിലേറെ നല്ലൊരു പ്ലാനിങ്. എത്ര റമദാൻ കഴിഞ്ഞു പോയി, ഇതൊന്നും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ആദ്യത്തെ 2-3 ദിവസത്തെ നോമ്പൊക്കെ ഉഷാറായിട്ടാണ് കഴിഞ്ഞു പോകും. പിന്നെയൊക്കെ അങ്ങനെ ഒരു സൽക്കാരോ ഒരു നോമ്പ് തുറക്കണ്ട് കഴിയുന്നതോടുകൂടെ, ഒരു ക്ലബിൻ്റെ പരിപാടിയൊക്കെ കഴിയുന്നതോടുകൂടെ ജമാഅത്തൊക്കെ പോയിട്ടുണ്ടാവും. ഈ റമദാൻ മാസം നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇപ്പം നമ്മളൊക്കെ ആളുകൾ പൊതുവെ പരിപാടിക്കൊക്കെ വിളിച്ചാൽ വളരെ ദീർഘദൂരമുള്ള പ്രസംഗങ്ങൾ റമദാൻ മാസത്തിൽ നമ്മളാരും ഏൽക്കൂല. ഖുത്ബീദനാണ് പറയുന്നത്. എന്താ പറയുക, ഖുത്ബ കേൾക്കുന്നവർക്ക് കൂടെ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. എന്താ, നമ്മൾ തൊട്ടടുത്തൊക്കെ ഉള്ളതൊക്കെ ഏൽക്കുള്ളൂ. കാരണം അല്ലാത്ത കാലത്ത് പൊതുവേ നമ്മൾക്ക് എന്താണ്, നമ്മളിങ്ങനെ യാത്രയിലാണ്. ഇപ്പോൾ പൊതുവേ ജമ്മു ഖസറിൻ്റെ അവസ്ഥയായിരിക്കും ഞായറാഴ്ചകളൊക്കെ. യാത്രക്കാരന് 2 റകഅത്തല്ലേ ഉള്ളൂ, ഖസറേ ഉള്ളൂ യാത്രക്കാരൻ അല്ലേ. യാത്രയുടെ ദൂരമുള്ള യാത്രകളിൽ 4 അല്ല നിസ്കരിക്കേണ്ടത്, 2 നിസ്കരിക്കേണ്ടത്. നമ്മൾ സുബഹി 4 നിസ്കരിക്കണ മാതിരിയായിരിക്കും ഖസറിൻ്റെ അവസ്ഥ ഉള്ള ആൾ 4 നിസ്കരിക്കണം. അത് അങ്ങനെ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയണത്, അങ്ങനെ ഞാൻ ഇനി ആ ഒരു പോയിന്റ് നീട്ടി പറയണില്ല. നമുക്കത് ബോധ്യം വേണം. എന്താ കാര്യം എന്നറിയോ, നമ്മൾ കുറച്ചുകൂടി വിശാലമായി അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളെ സ്വതക്ക ഒക്കെ എല്ലാതും അങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം. എല്ലാതും പ്ലാൻ ഉണ്ടാക്കിയാൽ, പരമാവധി നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയാൽ, ഒരു എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടൊരു ഹത്തം തീർക്കണം, നല്ല പ്ലാന് വേണ്ടത്. പിന്നെ ഒരു 2 ഹത്തം എനിക്ക് തീർക്കണം. റമദാനിൽ പിന്നെ ഖുറാനിൻ്റെ ആ ഒരു വായന ഒന്ന് തുടങ്ങണം. അല്ലെങ്കിൽ ഖുറാൻ ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ച ഒഴികെ എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്കിവിടെ ഖുർആൻ പഠന സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റമദാനോട് കൂടെ നമ്മളതൊന്നും കൂടി മെച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി കൊണ്ടുവരും. അപ്പോൾ ആഴ്ചയിൽ എനിക്കൊരു മണിക്കൂർ ഖുർആൻ പഠനം വേണം. അങ്ങനെയൊക്കെ കുറേ പുതിയ തീരുമാനങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് പോകേണ്ടതാണ്. കാരണം വിശാലമായി നമ്മൾ പ്ലാൻ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് റസൂലുള്ളാഹി എപ്പോഴാണ് പറയണമെന്നറിയോ, മദീനത്തു നിന്ന് ഓരോരുത്തരായി രാത്രിയുടെ മറവിൽ കിട്ടിയത് നുള്ളിപ്പൊറുക്കി പോവാണ്. അതിൽ സുഹൈബുണ്ട്. മദീനയിലെ ഏത് തോട്ടവും ചൂണ്ടിയ ഇത് സുഹൈബിൻ്റെ തോട്ടാന്നാ പറയാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്. നമ്മളെ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അംബാനിൻ്റെ അദാനിൻ്റെ ഒക്കെ പോലെ മദീനയിലെ വലിയ സമ്പന്നര്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒന്നും ആലോചിച്ചില്ല, എടുത്ത തുണിമേ പോയത് മദീനത്തേക്ക്. എന്തേ കാര്യം? അള്ളാനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. മക്കയിലെ ആൾക്കാർ പറയണത് എന്താ, ലാത്താന്ന് പറഞ്ഞാൽ നമ്മൾ ഔലിയാപ്പാപ്പാനോടും പ്രാർത്ഥിക്കണം. അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ, അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോയി. സുഹൈബ് റളിയല്ലാഹു അൻഹു പോണ വഴിക്ക് ശത്രുക്കൾ പിടിച്ചു. മദീനയിലെ മുതലാളിനെ അവിടുത്തെ ഗുണ്ടകൾ പിടിക്കുകയാണ്. അവർ പറഞ്ഞു, നിങ്ങളെ സ്വത്ത് മുഴുവൻ നമുക്ക് എഴുതി തന്നെ ഞങ്ങൾ പോയിക്കോളി. ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ പുറപ്പെട്ട് അങ്ങനത്തെ മനുഷ്യന്മാർ പോണിൻ്റെ ഇടയ്ക്ക് ഒരാള്, ശരിക്കും കേട്ടോളി, ഒരാള് അയാളുടെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും പോണുണ്ടായിരുന്നു. അപ്പം ആ പെണ്ണിനെ കിട്ടണമെങ്കിൽ മദീനയിൽ പോയാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നിടത്ത് പുറപ്പെട്ടു. അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷെ നീയത്തിൽ മുൻഗണന ആ പെണ്ണിനായിരുന്നു. അപ്പോൾ പ്രവാചകൻ തിരുത്തി, ഓരോരുത്തരുടെയും അമല് അവരുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നിട്ട് റസൂൽ പറയണേ, പിന്നെ ഇന്നമാലി കൊല്ലിം ബ്രഹിം മാനവ, ഓരോരുത്തർക്കും അവർ വിചാരിച്ചതാണ് കിട്ടുക. പെണ്ണിനെ കിട്ടാൻ പോയവർക്ക്, ഉദ്ദേശിച്ചവർക്ക് പെണ്ണിനെയാണ് കിട്ടുക. പരലോകം ഉദ്ദേശിച്ചു പോയവർക്ക് പരലോകമാണ് കിട്ടുക. അപ്പം നീയത്ത് അതാണ്, നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നോ അതിനനുസരിച്ചാണ് കിട്ടുക. നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ള ഒരു ഹദീസിന്റെ ഭാഗമാണ്, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലൻ ഫഹുവ സ്വാദിഖുൻ നിയ്യ യഖൂലു ലൗ അന്ന ലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവാണ് കൊടുത്തത്, സ്വതക്ക ചെയ്യണതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചുള്ള അറിവാണ് കൊടുത്തത്. അയാളെടുത്ത് സ്വതക്ക ചെയ്യാനുള്ള പൈസ ഒന്നുമില്ല. അപ്പം അയാളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് പറയണം, പടച്ചവനെ എനിക്ക് ഇന്ന ആൾക്കൊക്കെ ഉള്ള പൈസയൊക്കെ എനിക്കുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, മനസ്സറിഞ്ഞ് പറഞ്ഞാൽ
അള്ളാഹു എന്ത് ചെയ്യും? അതേ പുണ്യം അയാൾക്ക് കൊടുക്കും എന്നാണ്. നിങ്ങൾ നോക്കിപ്പോൾ സൗദികൾ ഗസക്ക് വേണ്ടി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സൗദി അറേബ്യയിലൊന്ന് പോകാൻ പറ്റിയിരുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കൊക്കെ വേണ്ടി, എൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി, എന്നെ കേൾക്കുന്നവർക്കൊക്കെ വേണ്ടി ഉംറയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് വലിയ കളക്ഷൻ നടക്കുക, $1 മില്യൺ പോണത്. ഭയങ്കര വലിയ തുകയാണ് ഓരോ ആളുകൾ $1 മില്യൺ കൊടുക്കുന്നത് ഓരോ മുതലാളിമാർ. ഗവൺമെൻറ് പിന്നെ പ്രഖ്യാപിച്ച അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളൊരു 10,000 50,000 ഒക്കെ ഉള്ള 50 ലക്ഷം 5 കോടി 10 കോടിയൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആലോചിക്കണം നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ പറയണം, പടച്ചോനെ ആത്മാർത്ഥമായിട്ട് സ്വതക്കൻ്റെ മഹത്വങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പടച്ചോനെ എൻ്റെ അടുത്ത് അങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നൊരു വ്യക്തി വിചാരിച്ചാൽ അയാൾക്ക് ഈ രണ്ടാൾക്കും ഒരേ കൂലിയാണെന്ന്. 5 കോടി കൊടുത്ത ആൾ അതേ കൂലിയാണെന്നാണ്. അപ്പം നീയത്തിന് അങ്ങനത്തെ ഒരു പവർ ഉണ്ട്. അപ്പം റമദാനിന് വേണ്ടി പരമാവധി നമ്മൾ ഉദ്ദേശിക്കുകയും നീയത്താക്കുകയും വേണമെന്നുള്ളതാണ്. മറ്റൊന്ന് നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അത് വ്യക്തമാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മയും തിന്മയൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ. ഒരാൾ ഒരു ഹസനത്ത് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളെ ചില സുഹൃത്തുക്കളൊക്കെ റമദാനിൽ ഉംറക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. റമദാനിൻ്റെ ഉംറൻ്റെ കൂലി എന്താ? ഒരു കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഹജ്ജിൻ്റെ കൂലിയാണ്. ഹജ്ജിന് എന്ത് കൂലിയാണ് കിട്ടുക? ആ കൂലിയാണ് റമദാനിലെ ഉംറക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. അല്ലാഹു അതവർക്ക് വകവെച്ച് കൊടുക്കുമാറാകട്ടെ. അതിൻ്റെ കൂലി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വകവെച്ച് കൊടുക്കുമാറാകട്ടെ. എന്നാൽ വല്ല കാരണവശാലും അങ്ങനെ ലോകത്ത് റമദാനിലൊന്ന് ഹറമിലെത്തണമെന്ന് വിചാരിച്ച ആൾക്ക് എത്താൻ പറ്റിയില്ല. എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പറയണേ? അതിന് ശരഈയായ കാരണം ഉണ്ടായെന്ന് വിചാരിക്കുക. കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിചാരിച്ചതിനുള്ള ഫുള്ള് കൂലി അയാൾക്കാണ് കൊടുക്കുന്ന. ഒരാൾ ഹജ്ജിനൊക്കെ പോകാൻ തീരുമാനിച്ചു, യാത്ര മുടങ്ങി, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഹജ്ജ് ചെയ്ത കൂലി കൊടുത്തു കഴിഞ്ഞു. ഒരാൾ ഒരു ഖത്തം ഓതി തീർക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു, അതിനുള്ള പ്ലാനിങ് ഉണ്ടാക്കി. എന്താ പ്ലാനിങ് ഉണ്ടാക്കി പറഞ്ഞാൽ, ഒരു ഖത്ത് ഓതണം എന്ന് വിചാരിച്ചല്ല, ഇന്ന സമയത്ത് ഞാൻ ഓതും എന്നാൽ നിയത്താക്കി, ഇത്ര പേജ് വീതം ഓതും. പക്ഷേ റമദാൻ വന്നപ്പോൾ മൂപ്പർക്ക് നല്ല പനി പിടിച്ചു, വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അയാൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ വിചാരിച്ച അത് ചെയ്യാതെ തന്നെ അള്ളാഹു വക വെച്ച് കൊടുക്കുന്നതാണ്. നീയത്തിന് അങ്ങനത്തെ വലിയൊരു സാധ്യത ഉണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊന്ന്, മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസിദ്ഖിൻ. പടച്ചോനെ എന്നെ നീ രക്തസാക്ഷിയാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. എനിക്ക് ഷഹീദുകൾക്ക് ഒരുപാട് കൂലിയുണ്ട്. പിന്നെ അയാൾ മരിച്ചത് എങ്ങനെ? അയാൾ മരിച്ചത് വഇൻ മാത അലാ ഫിറാശിഹി. അയാൾ പനിയൊക്കെ പിടിച്ച് വയറ്റുനോക്കൊക്കെ വന്ന് എന്താ അയാളുടെ ബെഡിൽ കിടന്ന മരിച്ചെന്ന് വിചാരിച്ചോളി. ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷികളുടെ കൂടെ എത്തിക്കുന്ന. രക്തസാക്ഷിത്വം വരിക്കാരണം എന്താ? ഇസ്ലാമിനു വേണ്ടി ജീവൻ വെടിയലാണ്. ഇസ്ലാമിന് വേണ്ടി ജീവൻ വെടിയണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാം ജിഹാദിന് നിർദ്ദേശിച്ച അവസ്ഥ എത്തണം. അതല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു RSSകാരൻ്റെ വയറ്റത്ത് കത്തി കയറ്റിയതുകൊണ്ട് ആയില്ല. ആർക്കും എന്നോട് വിഷമം ഉണ്ടാകാൻ പാടില്ല, ദീന് പറയണല്ലോ, അതുകൊണ്ടാവില്ല, അതുകൊണ്ട് ഒരിക്കലാവില്ല. എന്താ? കൃത്യമായി ജിഹാദിൻ്റെ അവസ്ഥ എത്തി, ജിഹാദിൻ്റെ ആഹ്വാനങ്ങൾ ഉണ്ടായി, അങ്ങനെ പോകണം. അല്ലെങ്കിലോ ഒരു വ്യക്തിക്ക് വയറ് സംബന്ധമായ അസുഖം വന്ന് മരിച്ചു, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിത്വത്തിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, തൗഹീദൊക്കെ ഉള്ള ഒരാളാണ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിത്വത്തിൻ്റെ കൂലി കൊടുക്കും എന്നാണ്. അപ്പം നീയത്ത് ശരിയായ വിധം ഉണ്ടാകുക. നിങ്ങൾ നോക്ക്, വേറെ ഹദീസ് നോക്ക്, ഇതാ മരിലൽ അബ്ദു സാഫറ. ഒരാൾക്ക് രോഗം വന്നു, അല്ലെങ്കിൽ യാത്രയിലായി, അയാൾ എന്നും എന്താണ് ഒരു അമല് ചെയ്തു പോരുന്ന ആളാണ്, അവന് കുത്തിബലഹു മിസ്ലുമാക്കാന യഅമലു മുഖീമൻ സ്വഹീഹ. അയാൾ ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത കൂലിയൊക്കെ അയാൾക്ക് കിട്ടും എന്നാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു നിർത്തിയ പോയിന്റ്, നമ്മൾ നല്ല ഒരുങ്ങണം. നമ്മൾ നല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ട്, വലിയ നീയത്ത് ഉണ്ടാക്കിയിട്ട്, കുടുംബത്തൊക്കെ കൂടി മക്കളോടൊക്കെ പറയണം, ചെറിയ കുട്ടികളോടൊക്കെ, അപ്പോൾ എൻ്റെ കുട്ടി ഇത്തവണ 2 നോമ്പ് നോൽക്കണം. നോറ്റിട്ട് നിനക്ക് ക്ഷീണമാകുകയാണെങ്കിൽ വെള്ളം കുടിക്കണം, നോമ്പ് മുറിക്കണം, അതിനാണ് കൂലി. ഇടങ്ങാറായി ഇതാക്കാൻ പറ്റില്ല. ഭാര്യനോട് പറയണം, നമുക്ക് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഖുർആനൊക്കെ ഒന്ന് വായിക്കണം, നീ വായിക്കുക, ഞാൻ കേൾക്കുക, അല്ലേ? ഇങ്ങനെ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ യാത്രയായിരിക്കും. അപ്പോൾ റമദാനിൽ ആ യാത്രയെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും? ചില ആളുകൾ വെയിലത്തുള്ള പണികൾ എടുക്കുന്നവരായിരിക്കും. ചില ആളുകൾക്ക് നോമ്പന്നെ നോൽക്കാൻ പറ്റൂല. അപ്പോൾ അവരെന്താ ചെയ്യണ്ടു? നോമ്പ് ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളത്, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ, അവരൊക്കെ ഭയങ്കര ത്യാഗം ചെയ്ത് നോമ്പ് വെച്ച കുറ്റ കിട്ടുക. ചില ആളുകളുണ്ട്, എങ്ങനെ എല്ലാവരും നോമ്പ് വെൽക്കുമ്പോൾ ഞാൻ നോൽക്കാതിരിക്കുക, എന്നിട്ട് വേറെ നോമ്പ് വെൽക്കുന്നതിന് കൂടി സ്വിപ്പാക്കി പിന്നെ മൂപ്പനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഇറങ്ങും. ഒരിക്കലും പാടില്ല. ഇസ്ലാം അത് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. യാത്രാവേളയിൽ കഷ്ടപ്പെട്ട് നോമ്പ് വെൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസൽ ബിർറു അസ്സിയാമു ഫി സഫർ. യാത്രയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പ് വെൽക്കുന്ന പുണ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രവാചകൻ ഒരു ഘട്ടത്തിൽ യാത്രയിൽ നോമ്പ് നോൽക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ
എന്താ കഷ്ടപ്പാടില്ലാതെ ഒറ്റൊരവസ്ഥയിലാണ് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പം യാത്രയുടെ കനത്തിനും അവസ്ഥക്കും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ചാണ് അത് വരിക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് കഴിഞ്ഞ നോമ്പിനേക്കാളൊക്കെ മെച്ചപ്പെടണം. നമുക്കിപ്പോൾ നമ്മളെല്ലാ വർഷവും നോമ്പിൻ്റെ മുമ്പ് എന്ത് ചെയ്യലുണ്ട്, കുറേ വീടുകളിൽ നമ്മുടെ കിറ്റ് എത്തിക്കലുണ്ട്. നമ്മളെ വക കുറച്ച് കിറ്റ് നമ്മൾ എത്തിക്കലുണ്ട് അൽഹംദുലില്ലാ. അപ്പം നമ്മളെയൊക്കെ വക ഒരു കിറ്റെങ്കിലും കൊടുക്കണം. ചില ആളുകൾക്ക് ഒരു കിറ്റ് പറ്റൂല, കൈ ഉണ്ടാവില്ല. അര കിറ്റ് 1200 രൂപേൻ്റെ കിറ്റാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മളതെന്ത് ചെയ്യും, വീടിനനുസരിച്ച് ചിലപ്പോൾ 700ൻ്റെ കിറ്റാക്കും, 800ൻ്റെ കിറ്റാക്കും, 1700ൻ്റെ കിറ്റാക്കും. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. എന്തായാലും ഒരു 1200 റുപ്യ നമ്മളെല്ലാവരും ഒന്ന് നിയ്യത്താക്കുക. അടുത്തൊരു വെള്ളിയാഴ്ചത്തേക്ക് ഒന്ന് നിയ്യത്താക്കുക. ഏറ്റവും മിനിമം. ചില ആളുകൾക്ക് ഒരു 3 കിറ്റ് കൊടുക്കാൻ പറ്റും. എന്താണ് ഈ മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മഹത്വം? മിസ്കീന് ശരിക്ക് കേട്ടോളി. ഫലാ യഹല്ലു അലാ തആമിൽ മിസ്കീൻ എന്നാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവൻ അങ്ങ് കണ്ടില്ല നബിയേ എന്ന് ചോദിക്കുകയാണ്. ആരാ മതത്തെ കളവാക്കിയവൻ? സോഷ്യൽ മീഡിയയിൽ വന്ന് മുത്തറസൂലുള്ളാഹിനെ ചീത്ത പറയണേ മാഷിയും ടീച്ചറെയും കുറിച്ച് ഈ ആയത്ത് അല്ല, പള്ളികളിൽ വന്നിരുന്നതൊക്കെ അറിയാം. ആർക്കാ? ദരിദ്രന്റെ കാര്യമല്ല ഇവിടെ പറയണത്. ദരിദ്രനെ ആരെങ്കിലുമൊക്കെ നോക്കൂ, അത്യാവശ്യം പിന്നെ എന്താ പറയുക വരുമാനമൊക്കെ ഉണ്ടാവും, എന്നാലോ ഓന് വലിയ ആശുപത്രി ബില്ലുണ്ടാവും, ചെറിയ മക്കളുണ്ടാകും, വലിയ പ്രയാസങ്ങളുണ്ടാകും, ഊട്ടിമുട്ടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ വ്യക്തിയുടെ ഭക്ഷണത്തിൽ പ്രേരണ കൊടുക്കാത്തവൻ, അവന് ഭക്ഷണം കൊടുക്കാത്തവനും കൂടിയല്ല പ്രയോഗം. അല്ലെ, നമ്മൾ കിറ്റ് കൊടുക്കണ്ടേ? നമ്മളോലെ ഓൻ്റെ കാര്യം നോക്കണ്ടേ? ഓന് റമദാനിൽ ഒരു 2 ദിവസം ലീവ് എടുത്ത് പള്ളിയിൽ ഇരുന്നോട്ടെ, അതിനുള്ള അവസ്ഥ ഉണ്ടാക്കണ്ടേ? ഓൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയും സാധനമൊക്കെ കൊണ്ടേ കൊടുക്കണ്ടേ എന്ന് ചോദിക്കാത്തവൻ അവൻ ആരാ? അവൻ മതത്തെ കളവാക്കിയവനാണെന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയാം, ചിലപ്പോൾ വാങ്ങണ്ടോരും ഉണ്ടാകും, നമ്മളൊരു ഓഹരി അടുത്ത ആഴ്ചത്തെ ബക്കറ്റിൽ വീഴണം. സ്ത്രീകളോടൊക്കെ പറയണം, എന്താ നമുക്കൊരു 200-300 കിറ്റ് നിർബന്ധമായിട്ടും നമ്മളെടുത്തുനിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വീടുകളുണ്ട്. എണ്ണം കറക്റ്റ് എനിക്ക് ഓർമ്മല്ല, പ്രതീക്ഷിച്ചിരിക്കുന്ന വീടുകളുണ്ട്, അവിടേക്ക് നമുക്ക് കൊടുക്കണം. അത് നിങ്ങളെല്ലാവരും നിയത്താക്കണം. അതേപോലെ തന്നെ പ്ലാനിൽ ഉൾപ്പെടേണ്ടതാണെന്ത്, ഈദ് കിസ്വ. റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോൾ നമ്മൾ കുറേ ഒരു 200-300 കുടുംബങ്ങളിലേക്ക് കൊടുക്കാറുണ്ട്. പരമാവധി അർഹര നോക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു 1000കണക്കിന് എണ്ണം കൊടുക്കാറുണ്ട്. അതോടൊക്കെ ഈ റമദാനിന് കഴിയുമ്പോൾ കുറച്ച് വീടുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. എന്താ, നമ്മളൊരു വീട്ടുകാരോട് പറയും, നിങ്ങൾ ഇന്ന കടയിൽ നിന്ന് ഒരു 2000 റുപ്യൻ്റെ സാധനം വാങ്ങിക്കോളി, അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വാങ്ങാം, നമ്മൾ ആ കടയിലാണ് പൈസ കൊടുക്കുക. ഇങ്ങനത്തെ പദ്ധതികളുണ്ട്. ഇത്തരം കാര്യങ്ങളോടൊക്കെ ഇതൊക്കെ നമ്മളെ പ്ലാനിൽ വരണം. റമദാൻ ആകുമ്പോൾ കുറച്ചധികം പൈസ സ്വതക്കക്ക് വേണ്ടി വരും നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നൊരു സാധു മനുഷ്യനോട് വന്നിരിക്കുന്നുണ്ടാവും, നമ്മളയാളെ ഇറക്കി വിടൂല. നമുക്ക് 50 കൊടുക്കാൻ പറഞ്ഞാൽ 50 കൊടുക്കുക, 500 കൊടുക്കാൻ പറഞ്ഞാൽ 500 കൊടുക്കുക. അങ്ങനെ പ്രവാചകൻ ഭയങ്കരമായ ജൂത് കാണിച്ചിരുന്ന മാസമാണ് എന്നാണ്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ ആ നിലക്ക് നിയത്താക്കി വെക്കുക. നമ്മൾ നിയത്താക്കി വെച്ചു, നമുക്ക് കൊടുക്കാനേ പറ്റിയില്ല ഒടികൊളിങ്ങൾ. എന്താ അറിയോ, കൊടുത്ത കൂലി പടച്ചോൻ തരുന്നതാണ്. അതാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഇനി നോമ്പിനോടൊരാഗ്രഹം ഇഷ്ടമൊക്കെ ഉണ്ടാകണം. അങ്ങനല്ലേ? നിങ്ങൾ ആലോചിച്ചോക്ക്, ഇപ്പോൾ വേൾഡ് കപ്പ് വരികയാണ് അറിയുമ്പോൾ നമ്മളെ കുട്ടിയേക്ക്, അല്ലേ, 2020 വരികയാണ് അറിയുമ്പോൾ നമ്മളെ കുട്ടിയേക്ക്, അതല്ലെങ്കിൽ എന്താണ് നമ്മളെ നാട്ടിൽ എന്തൊരു സംഭവം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു ഉഷാറുണ്ടാവും. അതിലേറെ വലിയ ഉഷാർ നോമ്പിൻ്റെ കാര്യത്തിൽ വേണം. അതെന്താ സംഭവം, അതെങ്ങനെ ഉണ്ടാവുക? നോമ്പിൻ്റെ മഹത്വങ്ങളും പുണ്യങ്ങളൊക്കെ പഠിക്കണം. അടുത്ത ഖുതുബയിൽ അതായിരിക്കും നമ്മൾ പറയാം. പക്ഷെ ഒരു സംഭവം ഞാൻ പറയാം. എന്താ അറിയോ, 2 മനുഷ്യന്മാർ പ്രവാചകൻ്റെ അടുത്ത് വന്നു, 2 ആൾ ഇസ്ലാം സ്വീകരിച്ചു. വക്കാന അഹദുഹുമ അശദ്ദ ഇജ്തിഹാദം മിൻ സ്വാഹിബിഹി. അതിൽ 2-ൽ ഒരാൾ കുറച്ചുകൂടി നല്ല പരിശ്രമശാലിയായിരുന്നു. അയാൾ ജിഹാദിലൊക്കെ ഇടപെട്ടിരുന്നു. ഒരേ ദിവസം വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആള്, അല്ലേ, ഒരേ ദിവസം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആള്. ഇന്നും ഇഷ്ടം പോലെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കണില്ലേ? ഇപ്പം ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടുത്തെ നമ്മളെ ഇംഗ്ലീഷ് ദായിനോട് സംസാരിച്ചു. ആഫ്രിക്കക്കാർ ഒരു 10-25 ആൾ ഒരൊറ്റ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കേട്ട് ഇസ്ലാം സ്വീകരിച്ച അനുഭവം അദ്ദേഹം പറയണ്ടായി. പിന്നെ അവർ ഇസ്ലാമിനെ പഠിച്ച് സൂഫി സെൻ്റർ ഇസ്ലാമിൽ ബാക്കിയുണ്ട്. എന്നിട്ട് അവർ പിന്നീട് ഈ വിഷയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ആളുകൾ ഇങ്ങനെ എത്രയോ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് വന്ന് 2 ആൾ ഇസ്ലാം സ്വീകരിച്ചു. ഒന്നാമത്തെ ആൾ യുദ്ധം ചെയ്ത് മരണപ്പെട്ടു പോയി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, സാധാരണഗതിയിൽ രോഗമൊക്കെ ബാധിച്ച് മരണപ്പെട്ടു. ശരിക്കും കേൾക്കെല്ലാവരും, രോഗമൊക്കെ ബാധിച്ച് മരണപ്പെട്ടു പോയി. ഒരു സ്വഹാബി ഇവർ 2 പേരും സ്വപ്നത്ത് കണ്ടപ്പോൾ ഒന്നാമത്തെ ആള് രക്തസാക്ഷിത്വം വരിച്ച ആളല്ല ആദ്യം സ്വർഗത്ത് പോണത് കണ്ടത്. പിന്നെ സാധാരണഗതിയിൽ മരണപ്പെട്ടു പോയ ആളാണ് ആദ്യം സ്വർഗത്ത് പോണ കണ്ടത്. ഒക്കെ പടച്ചോൻ്റെ ഒരു ഹിക്മത്താണ്, പ്രവാചകനുള്ള സദസ്സാണ്, അല്ലേ? അപ്പോൾ ആ പിന്നെ സ്വപ്നം പ്രവാചകനിലൂടെ ഉറപ്പുവരുത്തുന്നതോടുകൂടെ അത് നമുക്ക് തെളിവാണ്, അല്ലെങ്കിൽ തെളിവല്ല. ആരെങ്കിലും കാണുന്ന സ്വപ്നമൊക്കെ കൂടെ നമുക്ക് തെളിവല്ല കേട്ടോ. അപ്പോൾ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു,
അപ്പോൾ പിന്നെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇത് പറയണത്, നബിനോട് പറഞ്ഞ ഹാദാഖാന അശദ്ദ ഇജ്തിഹാദൻ സുമ്മസ്തുഷ്ഹിദ ഫി സബീലില്ലാഹ് ദഖല ഹാദൽ ജന്ന ഖബ്ലഹു. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യനാണല്ലോ ആദ്യം സ്വർഗത്ത് പോയത്, അയാൾ ഭയങ്കര ജിഹാദൊക്കെ ചെയ്ത ആളാണല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് കൊടുത്ത ഉത്തരത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഏത്? നോമ്പിനോട് നമുക്കൊരു വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെന്താ? പ്രവാചകൻ പറയാണ്, എന്താ? അലൈസക്കത് മഖസ ഹാദാ ബഅദഹു സന. അല്ല, ആ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തി മറ്റേ ആളെക്കാളും ഒരു വർഷവും കൂടി കൂടുതൽ ജീവിച്ചില്ലേ? എന്നിട്ട് പറയാം വദഖല ഹാദാ പിന്നെ ഫീ ശഹ്രി റമളാൻ, അയാൾ ഒരു റമളാൻ മാസത്തിൽ പ്രവേശിച്ചില്ലേ? വഅദറക റമളാന ഫസ്വാമഹു, അയാൾ റമളാൻ മാസത്തിൽ ജീവിച്ചില്ലേ? ആ റമളാൻ മാസത്തിൽ ജീവിച്ചതാണ് രക്തസാക്ഷിയെക്കാളും മുൻപ് സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാക്കി മാറ്റിയത് എന്നാണ് സഹോദരന്മാരെ. ഒരു റമളാൻ ഇങ്ങനെ ഒരു നോർമൽ ഡേകളായി കടന്നു പോകരുത്. നമുക്ക് പല പല ശാരീരിക പ്രശ്നങ്ങളും അങ്ങനെ പലതും ഉണ്ടാകും. അതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി റമളാനിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റണം. സജദത്തൻ ഫിസ്സന, ഒരു വർഷം മുഴുവൻ അയാൾ പലതവണ സുജൂദ് ചെയ്തില്ലേ എന്നൊക്കെ അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് നമുക്ക് പ്രിയപ്പെട്ടതാകാനുള്ള കുറച്ച് ഉപദേശങ്ങളും ക്ലാസ്സുകളൊക്കെ വേണം. നമ്മളെ സ്ത്രീകളും എല്ലാവരും കൂടി 13-ാം തീയതി ഒരു പരിപാടിയൊക്കെ ധാരണയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പുകളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. എന്താണ്, നമ്മൾ റമളാൻ മാസത്തെ കൂടുതൽ ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അലകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ. ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ മസ്അലൊക്കെ പഠിക്കും അല്ലേ? 3-ാമത്തെ പോയിന്റ് അതാ, ഇതിൻ്റെ ഫിഖ് പഠിക്കണം. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ, ചില ദുർബലങ്ങളായ ദിക്റുകളൊക്കെ അങ്ങനെ ചൊല്ലിപ്പോകും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ തന്നെ ഇഷ്ടം പോലെ ചെല്ലാനുണ്ടായിട്ട് അതൊക്കെ അവിടെ വെച്ച് എവിടുന്നോ കേട്ട കുറേ ദിക്റും ചൊല്ലി അങ്ങനെ പോകും. അങ്ങനെ അല്ല വേണ്ടത്. പരിശുദ്ധ റമളാനിൽ അതിനൊക്കെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം എന്നാണ് റസൂലുള്ളാഹി പഠിച്ചത്. നിങ്ങൾ ഞാൻ ഹജ്ജ് ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യണം. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നോമ്പ് പഠിപ്പിച്ചത് അങ്ങനെ പഠിക്കണം. അപ്പം നിങ്ങൾ പീസ് റേഡിയോൻ്റെ കോഴ്സ് ഓപ്ഷനിൽ കയറിയാൽ നോമ്പ് എങ്ങനെയാണെന്നുള്ള 30 ക്ലാസ് ഉണ്ട്. പ്രവാചകൻ്റെ നോമ്പിൻ്റെ വിശദാംശങ്ങൾ 20 മിനിറ്റ് വീതമുള്ള ക്ലാസ്സാണ്. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കേട്ടാൽ തന്നെ ഭംഗിയായി നമുക്ക് റമളാൻ കുറച്ചൊരു സമയം കൂടി എടുത്തിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റും. അപ്പം റമളാനിനെ നമ്മളൊന്ന് പഠിക്കണം. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത്. കാരണം അതിൻ്റെ മഹത്വങ്ങളും പുണ്യങ്ങളും ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ശ്രദ്ധയിലും ഓർമ്മയിലും ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. 4-ാമത്തെ കാര്യം എന്താണെന്നറിയോ? മനസ്സിനെയും കർമ്മങ്ങളെയും ശുദ്ധമാക്കുക എന്നുള്ളതാണ്. സ്ഥിരമായി ചെയ്യുന്ന ചില തിന്മകളൊക്കെ ഉണ്ടാകും, സ്വകാര്യതയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. നേരാകാനുള്ള സമയമാണ് അതൊക്കെ അല്ലേ? വലിയ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ആളുകൾ നമ്മളെ സദസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ. അവർ പലപ്പോഴും അവർ ചെയ്ത പഴയ പാപങ്ങളുടെയൊക്കെ പേരിൽ ആളുകളിങ്ങനെ അടക്കം പറയുന്നുണ്ടാകും, വർത്തമാനം പറയുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരെ അതുമായിട്ട് കൂട്ടിക്കെട്ടി പറയുന്നുണ്ടാവും. തോന്നിയാസാണ് സഹോദരന്മാരെ, തോന്നിയാസാണ്. ഒരാളുടെ ജീവിതത്തിൽ പണ്ടെപ്പോഴും ഉണ്ടായിരുന്ന പാപങ്ങളുടെ പേരിൽ അയാളെ വേട്ടയാടുമ്പോൾ അയാളുടെ ഉള്ളു പൊള്ളി അയാളുടെ പടച്ചവനോടൊരു വാക്ക് പറഞ്ഞാലേ ഭയങ്കര സംഭവമായിട്ട് രാത്രി മുഴുവൻ നിസ്കരിച്ച് നടക്കുന്ന ആളില്ലേ, അയാളെക്കാളും പടച്ചവൻ ഈ സാധുവിനെ പരിഗണിക്കും. നാവ് വലിയ ദോഷമുള്ള കാര്യമാണ്, നമ്മൾ ഒതുക്കി വെക്കേണ്ടതാണ്. അയലോകത്തെ പെണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ അയലോകത്തെ പെണ്ണിനെ പറ്റി 4 കുസുകുസ് പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ആരാൻ്റെ കാര്യത്തിൽ നമ്മക്ക് എന്താ വല്ല കാര്യമുണ്ടോ? ഓല എപ്പോഴെങ്കിലും കുളിച്ചോട്ടെ, ഓല എപ്പോഴെങ്കിലും അലക്കിക്കോട്ടെ, ഓല കാര്യം നോക്കിക്കോട്ടെ. നമ്മളെന്താ നോക്കാൻ പോകണം? എന്തിനാ നമ്മളെ അമല് കളിയണത്? എന്തിനാ നമ്മളെ പരലോകം കളിയണത്? എന്തിനാ? വല്ല കാര്യമുണ്ടോ? നാവിനെ അടക്കി വെക്കാൻ ഇപ്പം പഠിക്കണം. ഈ ദിവസങ്ങൾ മുതൽക്ക് അടക്കി വെക്കാൻ. ഇല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ പട്ടിണി കിടക്കുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ച്. കുറച്ച് ആൾക്കാർക്ക് വെറും പകൽ പട്ടിണിയാണ്, അവർക്ക് കൂലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പരിശീലനത്തിൻ്റെ ദിനങ്ങളിലേക്ക് ചെല്ലും മുമ്പ് ആ നിലക്ക് നമ്മുടെ മനസ്സിനെയും കർമ്മങ്ങളെയും ഒക്കെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റണം. ഇന്നൽ മുഅ്മിൻ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാഉ ഫീ ഖൽബിഹി. ഒരാളൊരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു കറുത്ത കുത്തുണ്ട്. നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്. എന്തൊക്കെ കാര്യത്തിൻ്റെ പേരിലാണ് മനുഷ്യന്മാർ തെറ്റി നിൽക്കണത്. എന്തെല്ലാം സുരക്ഷ അറിയോ? വണ്ടി പോകുമ്പോൾ സീറ്റ് ബെൽറ്റ്, അതേപോലെ തന്നെ സെക്യൂരിറ്റി ഉള്ള എയർ ബാഗുള്ള വണ്ടി, ശരീരത്തിന് തടിക്ക് കാവലൊരുക്കുന്നുണ്ട്. എന്നാൽ ഈ തടി എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് ജീവൻ പോയാലോ? യാത്ര പറയുന്ന ആത്മാവിനെന്ത് സുരക്ഷിതത്വ സുഹൃത്തുക്കളെ ചെയ്തു കൊടുത്ത്. അത് ആകാശ കവാടങ്ങളിൽ എത്തുമ്പോൾ ആരതാന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ദുഷിച്ച രീതിയിൽ മലക്കുകൾ പരിചയപ്പെടുത്തുന്ന അവസ്ഥയാണോ? അതല്ല, അവൻ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണ്, അവന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവനാണ്, അവന് നന്മയിൽ സഞ്ചരിച്ചവനാണ്, അവന് ആരെങ്കിലും വറപ്പിച്ചപ്പോഴേക്ക് മുസ്ലിം ഐഡന്റിറ്റികൾ അഴിച്ചു വെച്ചവനല്ല.
എന്നാണോ? അതല്ല ഏതെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ, ഏതെങ്കിലും കടന്റെ പിന്നിൽ, ഏതെങ്കിലും ക്ലബിൽ, ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ അല്ലേ വേണ്ടാത്തത് ചെയ്ത ആളാണ് എന്നാണോ? അല്ല, പാർട്ടി ഓഫീസ് കയറി നാടിന്റെ നന്മക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞവനാണ് എന്നാണോ? എന്താ നമ്മളെ പറ്റി പറയാ? അവന്റെ കച്ചവടത്തിൽ വേണ്ടാത്തതുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച വരെ അല്ലേ ജുമാക്ക് ഖുത്ബ തുടങ്ങുന്നതിന്റെ മുമ്പ് വരാൻ കഴിയാത്തവനാണ് എന്നാണോ? ഈ മയ്യത്തും കൊണ്ട് മലായിക്കത്ത് ആകാശ കവാടത്തിൽ ഇങ്ങനെ കാത്തുനിൽക്കും. ഹദീസിലെ റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. അപ്പൊ അതാണോ പറയാ? അങ്ങനെയാണെങ്കിൽ പഠിച്ചോൻ പറയും ഇവിടെ കയറ്റൂല. അപ്പൊ ഈ റൂഹിനെ ആകാശത്ത് നിങ്ങളുടെ എറിയുന്നതാണ് താഴത്തേക്ക്. സത്യവാനാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കൊണ്ടേ കിടത്തിയ റൂഹില്ലേ, ശരീരല്ലേ, ആ തടിന്റെ ഉള്ളിൽ റൂഹ് കയറി വരും. അതോട് തലോണ്ടി എന്ത് ചിലപ്പോൾ കിട്ടൂല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മുൻകറും നക്കീറും വന്ന് ചോദിക്കും. അള്ളാഹു റസൂൽ പറയാ, ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിലേ മസീഹുദ്ദജ്ജാൽ വരുന്ന ദിവസം, മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയെ അതിജീവിക്കാൻ പറ്റുന്നവനെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്ന് റസൂൽ പഠിപ്പിച്ച്. എന്താ മസീഹുദ്ദജ്ജാൽ വന്നുണ്ടാകുക? മസീഹുദ്ദജ്ജാലിന്റെ മസ്അല പറയേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. എന്താ കാരണം? നബി പറഞ്ഞു, അവനെ കുറിച്ച് മിമ്പറുകൾ സംസാരം നിർത്തുമ്പോൾ അവന്റെ ആഗമനകാലം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ എൻ്റെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ നബിമാരും ജനങ്ങളോട് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞു തരുന്ന റസൂൽ പഠിപ്പിച്ച്. അവൻ വരും, വന്നിട്ട് ഒരാളെ 2 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ വലിച്ചെറിയും. എന്നിട്ട് ബാക്കിയുള്ളവർ പറയും, ഇങ്ങൾക്കും വരാൻ പോണ വിധി ഇതാണ്. കാലൊന്ന് കല്ലിൽ വെച്ച് കുത്തിയോക്കണ്ടേ? ആ വേദന സഹിക്കാതെ ലീവ് എടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മളെ മുന്നിലാണ് 2ആക്കി പിളർത്തി എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഓൻ്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യും. പക്ഷേ വിശ്വാസി കാണും, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയത്. വിശ്വാസി കാണും അവന്റെ അടയാളങ്ങൾ, അല്ലേ, അവന്റെ അടയാളങ്ങൾ. അവൻ മദീനയിൽ പ്രവേശിക്കൂല. അവൻ ചോദിക്കുന്നതാണ്, മദീനയുടെ കവാടത്തിൽ നിന്ന് ചോദിക്കുന്ന, ആരുടേതാണ് ആ വെള്ളക്കൊട്ടാരെന്ന്. മുത്തറസുള്ളത് പറയുമ്പോഴേ മദീന പള്ളി ഓലമേഞ്ഞ കുടിലാണ്. ഇന്നത് കൊട്ടാരം തന്നെയാണ്, തൂവെള്ള കൊട്ടാരം തന്നെയാണ്. ഞാൻ പറയുന്നത്, ആ മസീഹുദ്ദജ്ജാലിന്റെ ദിനത്തിൽ നീ കള്ളനാണടാ, നീ ഒറ്റക്കണ്ണനാണടാ, നീ ആവറാണടാ എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് നിൽക്കുന്ന വിശ്വാസികൾ, അവന് മരുഭൂമികൾ എങ്ങനെ പൂന്തോട്ടങ്ങളാക്കി കാണിച്ചു കൊടുക്കും. ഒരുപാട് ആൾ ഞെട്ടും, പക്ഷെ വിശ്വാസികൾ ഞെട്ടൂല. ആ ഈമാനിന്റെ നിറവുള്ളവനെ ആരാണ് നിന്റെ റബ്ബ് നിൽക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം. വിശ്വാസി അവൻ്റെ ഉള്ളിലെ ആ കുത്തുകളെ മുഴുവൻ ക്ലീനാക്കാനുള്ള സമയമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ട മുൻഗാമികളെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ദഖൽതു അലാ അഹ്മദ് ബിൻ യഹ്യ, ഞാൻ അഹ്മദ് ബിൻ യഹ്യൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം കരയാണ്. ഫറഅയ്തുഹു യബ്കി ബുകാൻ കസീറ, അദ്ദേഹം ഒരുപാട് കരഞ്ഞതായി ഞാൻ ശ്രദ്ധിച്ചു. മായക്കാദ തമാലകു നഫ്സ, അദ്ദേഹത്തിന് ആ കരച്ചിൽ നിർത്താൻ പറ്റണില്ല, നിർത്താതെ കരയാണ്. ഫഖുൽതു ലഹു അഖ്ബർനി മാ ഹാലുക്, എന്തു പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ എന്താ, അദ്ദേഹം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാതനി ഹിസ്ബി അൽ ബാരിഹ, ഇന്നലെ എല്ലാ ദിവസവും ഞാൻ ഓതുന്ന എൻ്റെ ഖുർആൻ പാരായണം മുടങ്ങിപ്പോയി. വല അഹ്സിബു ദാലിക ഇല്ലാ ലി അംറിൻ അഹ്ദസ്തുഹു, ഞാൻ ചെയ്ത എന്തോ പാപം കൊണ്ടാണ് അത് മുടങ്ങുന്നത് എന്നെനിക്കറിയാം. ആ പാപം ഏതാണെന്ന് എനിക്ക് മനസ്സിലാകണില്ല, അതോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നിട്ട് പിന്നെയും അയാൾ ഇങ്ങനെ കരഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്നാണ്. അപ്പോൾ നമ്മളെന്താ റമദാൻ മാസത്തിൽ ഒരു ജുസ് ഒന്ന് ഓതി പൂർത്തിയാക്കാം പൂതി വെച്ചിട്ടും പറ്റാത്ത, നമ്മളെന്താ നമ്മളെ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയാത്ത, എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കണം മനുഷ്യന്മാരുണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ ഈ പള്ളി കഴിഞ്ഞ റമദാനിലാണ് നമ്മൾ ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ്റെ സംഖ്യയൊക്കെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചത്തെ ഖുത്ബ കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ ഈ വാതിൽക്കൽ നമ്മളിവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ മോള് വീട്ടിൽ നിന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അവളെ കമ്മൽ ഊരി വെച്ച് കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വാപ്പിമീ സമ്മതിച്ചു വെച്ച് കൊടുത്തോ, എനിക്ക് അറിയണെന്തിനാ കമ്മൽ. അവളാ കൊടുത്ത കമ്മലിന് ഇവിടെ ചെലവാക്കിയ മുഴുവൻ ലക്ഷങ്ങളുടെയും കൂലിയുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും അതന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കണം. നമ്മളെ പള്ളിയുടെ കൺസ്ട്രക്ഷൻ ഈ റമദാനോട് കൂടെ ഫുള്ള് നമുക്ക് തീർക്കണം. ഇതും ഇതിൻ്റെ മേലൊരു ഫ്ലോറും കൂടിയും ഫുൾ തീർക്കണം. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് മദ്രസിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഫുൾ പ്ലാനിങ്ങുകൾ നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാകണം. പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ആ നിലക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ വിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമുദായത്തിൻ്റെ വൈജ്ഞാനിക കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ടീമുണ്ടാകണം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മദീനയിൽ നിന്ന് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എല്ലാവരെയും കൊണ്ട് റസൂൽ പോകൂല. ഈ സൈന്യങ്ങൾ മുഴുവൻ യുദ്ധഭൂമിയിൽ മരണപ്പെട്ടാലും ഇസ്ലാമിൻ്റെ ശറഅ്, ഇസ്ലാമിനെതിരെയുള്ള പ്രതിരോധങ്ങൾ, വൈജ്ഞാനികമായ ആക്രമണങ്ങൾക്കുള്ള മറുപടികൾ നൽകാനുള്ളൊരു ടീം
അവരെ മദീനയിൽ ബാക്കിയാക്കും, അവരോട് പള്ളിയിൽ ഇരിക്കാൻ പറയും, പഠിക്കാൻ പറയും. അതിൻ്റെ ദൗത്യമാണ് ശരിക്കും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വഴി നിർവഹിച്ചു വരുന്നത്. നമ്മുടെ ഞാൻ ഖുത്ബയിൽ തന്നെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജാമിഅ അൽ ഹിന്ദ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു സ്ഥാപനമാണ്. വെറും 10 വർഷം കൊണ്ട് അത് ഒരുപാട് കുട്ടികളെ, 1000-ലേറെ കുട്ടികളെ പുറത്തു വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാ നിലവിൽ അതിനൊരു വനിതാ ക്യാമ്പസുണ്ട്, അതിനൊരു ബോയ്സ് ക്യാമ്പസുണ്ട്, പ്രാദേശികമായി കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ സംരംഭമുണ്ട്. അപ്പോൾ അതിൻ്റെ സന്നദ്ധാന സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. 2-3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, വൈജ്ഞാനികമായിട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന കാലമാണ് അല്ലേ. ഇസ്ലാമിനെതിരെ എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയാണ്. ശാരീരിക ആക്രമണങ്ങളും അഭിമാനക്ഷതങ്ങളും വൈജ്ഞാനിക ആക്രമണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന് പ്രാപ്തരായ പ്രതിഭകളെയാണ് അവിടുന്ന് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും നമ്മളെ മഹലിലും ഒക്കെ അങ്ങനത്തെ കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മളെ ഇമാമ് ആ നിലക്ക് പഠിച്ച കുട്ടിയാണ്. ഖിറാത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മളെ മദ്രസിലുള്ള 2 ആളുകളും അങ്ങനെ സമർത്ഥമായി പഠിച്ച 2 കുട്ടികളാണ്. നമ്മളിവിടുത്തെ ഒരു സഹപ്രവർത്തകൻ്റെ മകൻ അങ്ങനെ പഠിച്ച കുട്ടിയാണ്. വെറുതെ നിങ്ങൾ ആ ക്യാമ്പസിൽ നിന്ന് വരുന്ന കുട്ടികളൊന്ന് പരിശോധിച്ചാൽ മതി. അവർ നന്നായി വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരാണ് പലരും. ഇതൊക്കെ കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് അവർ പിന്നെ അഡ്വക്കേറ്റ് ആകാനാണ് പോയത്. വേറെ ചില ആളുകൾ IAS-നാണ് പോയത്. ചില ആളുകൾ ജേർണലിസത്തിലേക്കാണ് പോയത്. സൈക്കോളജിസ്റ്റുകളായ ആളുകളുണ്ട്. അങ്ങനെ ഒരു പുതിയ ജനറേഷനെ കാലം ആവശ്യപ്പെടുന്ന ചാനൽ ചർച്ചകളിൽ നമ്മളൊരു പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഇരുന്നവരിൽ ചെറിയ പയ്യന്മാർ, മഹാവില്ലന്മാർ 5-6 ആളുകൾക്ക് പ്രതിരോധം തീർത്തത് ഒരു ഘട്ടം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും. നമ്മൾ കുട്ടികളായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ ഒന്ന് പറയുന്നത്. 2, അവിടെ സമ്മേളനം തുടങ്ങും. ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം. അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അവിടെ പങ്കെടുക്കണം. വാഹനങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച്, ഇൻഷാ അല്ലാ നമുക്കൊക്കെ വാഹനങ്ങളുണ്ട്, അതൊന്ന് ക്രമീകരിച്ച് അവിടെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക ശേഖരണം ആ സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് വേണ്ടിയാണ്. ആ വിഷയത്തോട് സഹകരിക്കണമെന്നും കൂടി ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.